പാലക്കാട് അട്ടപ്പാടിയിൽ പാതി വഴിയിൽ വീട് പണി നിർത്തിയ കുടുംബങ്ങൾക്ക് മറ്റ് സർക്കാർ പദ്ധതികളിൽ നിന്നും വീട് നിർമ്മാണത്തിനായി പണം ലഭിക്കാത്ത സാഹചര്യം കൂടിയാണ് ഉള്ളതെന്നാണ് മനസ്സിലാവുന്നത്. ലൈഫ് ഭവന പദ്ധതിയിൽ നിന്ന് പോലും വീട് ലഭിക്കാൻ സാങ്കേതിക പ്രശ്നങ്ങളാണ് നേരിടുന്നത്. ലൈഫ് ഭവന പദ്ധതി ആരംഭിച്ചതോടെ ട്രൈബൽ വകുപ്പ് വീട് നിർമ്മാണത്തിന് ഫണ്ട് നൽകുന്നതും അവസാനിപ്പിച്ചിരിക്കുകയാണ്. ITDP വഴി വീട് നിർമ്മിക്കാനായി ഫണ്ട് നൽകി. തുക തികയാതെ വന്നതോടെ പാതി വഴിയിൽ വീട് പണി നിന്നുപോയി. ഒരു സർക്കാർ പദ്ധതിയിൽ നിന്നും വീട് അനുവദിച്ചതിനാൽ ലൈഫ് ഭവന പദ്ധതി ഉൾപ്പെടെയുള്ളവയിൽ നിന്നും അതേ കുടുംബത്തിന് പണം അനുവദിക്കാൻ കഴിയില്ല. ഇതോടെ പ്രതിസന്ധിയിലായ നിരവധി ആദിവാസി കുടുംബങ്ങൾ അട്ടപ്പാടിയിലുണ്ട്. ലൈഫിൻ്റെ പ്രശ്നം കൊണ്ട് ഞങ്ങൾ കുറേ നടന്നൊക്കെ നോക്കി. അവന് കുറേ നടന്നു, ഭാര്യ നടന്നു നോക്കി, കിട്ടിയിട്ടില്ല. അപ്പോൾ പിന്നെ അത് ഉപേക്ഷിച്ചു, അങ്ങനെ വിട്ട് രണ്ടുമില്ല, അങ്ങനെയാണ് നിൽക്കുന്നത്. നേരത്തെ പാതി വഴിയിൽ പണി നിർത്തിയ ചില കുടുംബങ്ങൾക്ക് ലൈഫ് ഭവന പദ്ധതിയിൽ നിന്നും പണം അനുവദിച്ചിരുന്നു. പിന്നീട് പല കുടുംബങ്ങൾക്കും അതും ലഭിക്കാതായി. ലൈഫ് ഭവന പദ്ധതി വന്നതോടെ 2017 മുതൽ മറ്റൊരു പദ്ധതി വഴിയും വീട് നിർമ്മാണത്തിന് ഫണ്ട് നൽകുന്നില്ല. വീട് അറ്റകുറ്റപ്പണിക്കായി ITDPക്ക് പണം അനുവദിക്കാൻ ഇപ്പോഴും കഴിയും. സർക്കാരിന്റെ ഒരു വകുപ്പിൽ നിന്ന് ഭവന നിർമ്മാണത്തിനായി ഒരു കുടുംബത്തിന് പണം അനുവദിച്ചാൽ പിന്നീട് ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ ചില പ്രശ്നങ്ങളുണ്ട്. ചുരുക്കത്തിൽ ഒരു വീടും ലഭിക്കാത്ത നിരവധി കുടുംബങ്ങളാണ് പ്രതിസന്ധി നേരിടുന്നത്. ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 പാലക്കാട്. എന്തായാലും അവരുടെ സ്ഥിതി പരിതാപകരമാണ്. ഉള്ള വീടിന്റെ പണിയൊന്നും പൂർത്തിയായിട്ടുമില്ല. അതേസമയം അത് പൂർത്തിയാക്കാൻ മറ്റു പദ്ധതികളിൽ നിന്ന് ഇപ്പോൾ സഹായം ലഭിക്കുന്നില്ല. ഇതിന്റെ പേരിൽ ലൈഫ് ഭവന പദ്ധതി അവിടെ മുടങ്ങിക്കിടക്കുന്നു. ലൈഫ് ഭവന പദ്ധതി വഴിയിലേക്ക് മാത്രം നിയന്ത്രപ്പെടുത്തി ITDP പദ്ധതി വഴിയാണ് ഇവരുടെ ഭവന നിർമ്മാണം നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ലൈഫ് ഭവന പദ്ധതിയിലേക്ക് ഇത് കൂട്ടിച്ചേർക്കുകയാണ് വേണ്ടത്. അതിനുള്ളൊരു നടപടികളും നടക്കുന്നുമില്ല. അത് തന്നെയാണ് പാതി വഴിയിൽ നിലച്ച അവരുടെ സ്വപ്നങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ട് ഇനിയും തുടരും.